നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും രക്ഷയുടെ ഭദ്രത സത്യമോ മിഥ്യയോ എന്നുള്ള പഠന പരമ്പരയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 4 എപ്പിസോഡിലൂടെ രക്ഷാഭദ്രത എന്തുകൊണ്ട് അത് തിരുവെഴുത്ത് പ്രസ്താവിക്കുന്ന ഒരു പഥ്യോപദേശമായിരിക്കുന്നു എന്നുള്ള വിഷയമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ രക്ഷ ഭദ്രമായിരിക്കുന്നതിന്റെ മറ്റൊരു കാരണം ദൈവം നമുക്ക് നൽകിയ വീണ്ടെടുപ്പാണ് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതിലൂടെ ഒരു പരിവേഷണമാണ് നാം ഇപ്പോൾ ചെയ്യുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിൽ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനപ്പെട്ടത് ഇരിക്കിയാൽ അത് ഭദ്രമായിരിക്കുന്നു എന്ന് പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. ആദ്യമായി എന്താണ് ഈ വീണ്ടെടുപ്പ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടെടുപ്പ് എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ രണ്ടാമത് വില കൊടുത്ത് വാങ്ങുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. മനുഷ്യവർഗം മുഴുവനായും ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് പാപനിമിത്തം നഷ്ടപ്പെട്ട് പിശാചിന്റെ അധീനതയിൽ പോയിരുന്നു. തിരുവെഴുത്ത് അങ്ങനെയാണ് പറയുന്നത്. പിശാചിന്റെ അധീനതയിലേക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന നമ്മെ അവിടെ നിന്നാണ് വലിയവനായ ദൈവം വീണ്ടെടുത്തത് എന്ന് നാം വായിക്കുന്നു. ആ വീണ്ടെടുപ്പിന്റെ വിലയായി അവിടുന്ന് നൽകിയത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തമാണ്. അങ്ങനെ രക്തം മറുപടിയായി നൽകി നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു മറുവില നൽകിയത് പിശാചിനാണെന്നാണ്. മറുവില നൽകിയത് പിശാചിനല്ല, മറുവില നൽകിയത് പിതാവായ ദൈവത്തിനാണ്. പിതാവിന്റെ ഉടമസ്ഥതയിൽ നിന്ന് പാപനിമിത്തം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ദൈവക്രോധം മനുഷ്യന്റെ മേൽ ഉണ്ടായി. ആ ക്രോധം ശമിപ്പിച്ചാൽ മാത്രമേ പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന് മനുഷ്യനെ മടക്കി വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ ക്രോധം ശമിക്കണം എന്നുണ്ടെങ്കിൽ പാപത്തിന് പരിഹാരം വരുത്തിയേ മതിയാവുകയുള്ളൂ. അതിനുള്ള ഏകമാർഗം രക്തം കൊടുത്ത് മറുവിലയായി ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ കാൽവല്ല യാഗം, തന്റെ മരണം, ക്രൂശിലെ രക്തചൊരിച്ചിൽ, അത് പാപത്തിന് സമ്പൂർണമായ പരിഹാര യാഗമായി ദൈവം കണക്കാക്കിയത്. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കണമെന്ന് അവനെ വീണ്ടെടുക്കുവാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. അത് ഒരു നാളും സാധിക്കുകയില്ല. അത് വളരെ വിലപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നു. അപ്പൊ മനുഷ്യവർഗത്തിന് ഒരിക്കലും വീണ്ടെടുക്കുവാൻ മനുഷ്യനെ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? മനുഷ്യനെ കൊണ്ട് സാധിക്കാത്ത വലിയ വീണ്ടെടുപ്പ് തന്റെ ഏകജാതനായ പുത്രന്റെ ക്രൂശിലെ ബലിമരണ മുഖാന്തരമായി സാധിപ്പിക്കുവാൻ ദൈവത്തിന് പ്രസാദമായി. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്: പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. അപ്പം നമ്മെ ദൈവം വീണ്ടെടുത്തത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയതും നിഷ്കളങ്കവുമായ ചോരയാലാണെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ വീണ്ടെടുപ്പിന്റെ അതിപ്രധാനമായ 3 വശങ്ങൾ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമം മുതലേ പ്രസ്താവിക്കപ്പെട്ട് കാണുന്ന ഒരു ഉപദേശ വിഷയമാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. വസ്തുവകൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കുന്നതിന്റെ പ്രമാണം, മൃഗജാലങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അതിനെ വീണ്ടെടുക്കുന്ന പ്രമാണം, അതല്ല സാക്ഷാൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയാൽ അവനെ വീണ്ടെടുക്കുന്നതിന്റെ പ്രമാണം, ഇതെല്ലാം വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോരപുത്രന്മാർ പാടിയതും അങ്ങനെയാണ്: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെയൊക്കെയാണ് പത്രോസ് പറയുന്നത്: പൊന്നെ, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പൊന്ന്, വെള്ളി, വിലയേറിയ വസ്തുക്കൾ ഇവ കൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിക്കാതിരിക്കുന്നത്? അത് ആദ്യമായി ഞാൻ പറയാം.
പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്ന് പറയുന്നത് ഇത് മൂന്നും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളിലും ഏറ്റവും വിലയേറിയതാണ്. പൊന്നിന് വളരെ വിലയാണ്. ഇപ്പോൾ ഒരു പവന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏതാണ്ട് 65,000 രൂപയാണ്. വിദേശത്തെ വില എനിക്കറിയാൻ വയ്യ. എവിടെയായാലും ഒരു വലിയ വില, ഈ മഞ്ഞ ലോകത്തിന് വലിയ വിലയാണ്. വെള്ളിക്കും വിലയേറിയ കല്ലുകൾക്കും വലിയ വിലയാണ്. അപ്പോൾ വാസ്തവത്തിൽ അവ കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല എന്നാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. 3 കാരണങ്ങൾ അതിലേക്ക് ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും ദൈവത്തിന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ്. മനുഷ്യന്റെ ആത്മാവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ സക്രിയ പ്രവാചകൻ പറയുന്നു, മനുഷ്യനും ഞാൻ അവനിൽ സൃഷ്ടിച്ചിരിക്കുന്ന എന്റെ ആത്മാവും. അപ്പം മനുഷ്യനിൽ ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ആത്മാവിന്റെ മൂല്യത്തെക്കുറിച്ചാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, മനുഷ്യൻ തന്റെ ആത്മാവിനെ വീണ്ടുകൊള്ളുവാൻ എന്ത് മറുവില കൊടുക്കേണ്ടി വരും എന്ന് കർത്താവായ യേശു പറഞ്ഞത്. പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും ദൈവത്തിന്റെ സൃഷ്ടിയുടെ ഭാഗങ്ങളാണ്. മനുഷ്യന്റെ ആത്മാവും ദൈവ സൃഷ്ടിയാണ്. സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാരണമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2, പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും അതിൽ തന്നെ മൂല്യമുള്ളതും വിലപിടിപ്പുള്ളതും ആയിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ വില അതിനേക്കാൾ വലുതാണ്. അതാണ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അപ്പം സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ കഴിയുകയില്ല, സൃഷ്ടിതാവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പൊന്നും വെള്ളിയും അത് വിലയുള്ളതും മൂല്യമുള്ളതാണെങ്കിലും മനുഷ്യന്റെ ആത്മാവിന്റെ വില പൊന്നിനേക്കാളും വെള്ളിയേക്കാളും തങ്കത്തെക്കാളും വിലയേറിയ കല്ലിനേക്കാളും അപ്പുറമായതുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിന്റെ വില ഇതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ വില കൂടിയ ഒന്നിനെ അതിനേക്കാൾ വില കുറഞ്ഞ ഒന്നിനെ കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യാത്മാവ് വിലയുള്ളതാണ്, വിലയേറിയതാണ്. അതിനേക്കാൾ വില കുറഞ്ഞാണ് ആത്മാവിന്റെ വിലയുമായി തടച്ചു നോക്കുമ്പോൾ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും. അപ്പോൾ വിലയേറിയതിനെ വില കുറഞ്ഞതിനെ കൊണ്ട് വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം, പൊന്നും വെള്ളിയും വിലയേറിയ കല്ലുമെല്ലാം ഈ ഭൂമി വെന്തഴിയുവാനുള്ളതായതുകൊണ്ട്, ഭൂമിയുടെ ഭാഗമായതുകൊണ്ട് അന്ത്യനാളിൽ അത് വെന്തഴിയും എന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നീങ്ങിപ്പോകുവാനുള്ളതാണ്. എന്നാൽ മനുഷ്യന്റെ ആത്മാവ് ഒരിക്കലും നീങ്ങിപ്പോകുന്നതല്ല, അത് അവിനാശിയാണ്. അനശ്വരമായ ഒന്നിനെ നശ്വരമായ യാതൊന്നുകൊണ്ട് വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ സൃഷ്ടിയെ കൊണ്ട് സൃഷ്ടിയെ വീണ്ടെടുക്കുവാൻ കഴിയില്ല, വില കുറഞ്ഞതിനെ കൊണ്ട് വിലയേറിയതിനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല, അഴിഞ്ഞു പോകുന്നതിനെ കൊണ്ട് അഴിഞ്ഞു പോകാത്തതിനെ വീണ്ടെടുക്കുവാൻ കഴിയില്ല. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി രക്ഷയെ ഒരുക്കിയപ്പോൾ അവൻ തന്നെ നമുക്ക് ദൈവസേനയിൽ നീതീകരണവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് 1 കൊരിന്ത്യർ 1:30 പൗലോസ് അപ്പോസ്തലൻ പ്രസ്താവിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ മുഴുവനായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവം എന്നേക്കുമായി സാധിപ്പിച്ച ഒന്നും മനുഷ്യന് ഒരിക്കലും സാധിപ്പിക്കുവാൻ കഴിയാത്തതും അഴിഞ്ഞുപോകാത്തതുമായ ഒന്നാണ് എന്ന് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു മുഴുവനായി പാപത്തിനു വേണ്ടി മറുവിലയായി തീർന്നു. അങ്ങനെ വീണ്ടെടുപ്പ് വില കൊടുത്ത ശേഷം വീണ്ടെടുപ്പ് വസ്തുവിനെ കൈവശമാക്കുന്ന ബന്ധത്തിൽ നമ്മുടെ പാപമോചനം എന്ന വീണ്ടെടുപ്പിനെ കുറിച്ച് എഫേസ്യർ 1:7 നാം വായിക്കുന്നു. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് ഓൾറെഡി സാധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഇപ്പോൾ തന്നെ സാധിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ നമ്മുടെ പാപങ്ങളുടെ വീണ്ടെടുപ്പ് എന്നേക്കുമായി സാധിപ്പിച്ചു. ഇനിയും പാപത്തിനു വേണ്ടി ഒരു യാഗവും ശേഷിക്കുന്നില്ല. പാപപരിഹാരത്തിനായി ഒരു യാഗം അവശേഷിക്കാതെ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നേക്കുമായി യേശു ക്രിസ്തുവിന്റെ തിരുരക്തത്താൽ സാധിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിനിയും ആത്മാവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ചിന്താഭാരം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മുടെ അവകാശമായി തീർന്നിരിക്കുകയാണ്. കർത്താവായ യേശുവിനെ ഒരുവൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന ഏക കാരണത്താൽ
ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ വില കൊടുത്തു വാങ്ങിയ വീണ്ടെടുപ്പ് നമ്മുടെ ശാശ്വത അവകാശമായി മാറി ദൈവം നമ്മെ എന്നേക്കും തനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി ശേഷിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായിട്ട് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? വേദപുസ്തകം പറയുന്നു, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പുനരുത്ഥാനത്തിൽ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സമ്പൂർണമായി സാധിക്കും. റോമാലേഖനം പറഞ്ഞിട്ടുണ്ട്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായി നാം ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നാം കാത്തിരിക്കുന്നത് ആ പ്രത്യാശയാലാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അനധിവിദൂര ഭാവിയിൽ നമുക്ക് സാധിക്കും. റോമർ 8:23. അത് സാധിക്കും എന്നുള്ളതിന്റെ ഉറപ്പിനായി ആത്മാവിനെ അച്ചാരമായി നമുക്ക് നൽകിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനാലല്ലോ നിങ്ങളെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടിരിക്കുകയാണ്. എന്നതിനു വേണ്ടി, വീണ്ടെടുപ്പിന്റെ നാളിനു വേണ്ടി, വരുവാനിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ നാളിനു വേണ്ടി ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആത്മമുദ്ര എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ മറ്റൊരു വിഷയം, അതായത് ഈ നമ്മുടെ രക്ഷ നിത്യമായതിന്റെ മറ്റൊരു കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മമുദ്രയും ആത്മ അച്ചാരവുമാണെന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനിതേക്കുറിച്ച് സൂചിപ്പിച്ച് മാത്രം ഇടുകയാണ്. മുദ്ര എന്ന് പറയുന്നത് ഉടമസ്ഥതയെ കാണിക്കുകയാണ്. നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് കർത്താവ് സാധിപ്പിച്ചിരിക്കുന്നു. ആകയാൽ നമ്മുടെ രക്ഷ സുസ്ഥിരമാണ്. അതിലേക്ക് ഉറപ്പായി പരിശുദ്ധാത്മാവിനെ കൊണ്ടുള്ള മുദ്രയും നമുക്ക് നൽകിയിരിക്കുന്നു. ആ മുദ്ര നമ്മിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കും എന്നുള്ളതിന്റെ ഒരു നിശ്ചയദാർഢ്യതയും പ്രത്യാശയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടെടുപ്പ് അർത്ഥം മുഴുവനായി കൊടുത്തിട്ട് അതിന്റെ ഒരു ഭാഗം നമുക്കിപ്പോൾ കൈവശമാക്കപ്പെടുകയും ബാക്കി നമുക്ക് കൈവശമാക്കാൻ സാധിക്കും എന്നതിലേക്കുള്ള ഉറപ്പിനായി പരിശുദ്ധാത്മാവിനെ നമുക്ക് മുദ്രയായി തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്രയും ഉറപ്പോടുകൂടി ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് കർത്താവായ യേശു സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയിട്ടുള്ളത്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും രക്ഷ ഭദ്രമാണ്. അത് നഷ്ടപ്പെട്ടു പോകുന്നതാണെന്ന് ആരെങ്കിലും പഠിപ്പിച്ചാൽ അതിനെ മൗഢ്യോപദേശം എന്ന് പറയല്ലാതെ വേറെ ഒരു മാർഗവുമില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ പാഠ്യപദ്ധതി അനേകർക്ക് പ്രയോജനമുണ്ടാകുന്നു എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മുൻപതി കൂടാതെ വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുന്ന രക്ഷാപദ്ധതിയെയും അതിന്റെ നിശ്ചയദാർഢ്യതയും പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഈ പഠനം ഉപകാരപ്പെടുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പല ആളുകൾ ഇത് കേട്ട ശേഷം ഞങ്ങളെ വിളിക്കുകയും കൂടുതൽ കാര്യങ്ങൾ ഇതേക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു പറയുകയും പലരുടെയും സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അതിന് ഉപവിഷയമായി ഉരുത്തിരിയുന്ന സംശയങ്ങളെ ചോദിച്ച് ആ കാര്യങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഇവിടെ ഞാൻ ഈ വീഡിയോ പര്യവസാനിപ്പിക്കും മുമ്പ് ആവർത്തിച്ച് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ രക്ഷ എന്തുകൊണ്ട് ഭദ്രമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വീണ്ടെടുപ്പിൽ അധിഷ്ഠിതമായിരിക്കാൻ നമ്മുടെ രക്ഷ ഉറപ്പേറിയതാകുന്നു എന്നുള്ള ഏറ്റവും ലളിതമായ മറുപടിയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. വേദപുസ്തകം ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. വീണ്ടെടുപ്പ് അസാധുവായാൽ മാത്രമേ രക്ഷയുടെ ഭദ്രതയ്ക്ക് ഏതെങ്കിലും കോട്ടം സംഭവിക്കുകയുള്ളൂ. നമ്മുടെ വീണ്ടെടുപ്പ് എന്നേക്കുമുള്ള വീണ്ടെടുപ്പാണെന്ന് എബ്രായലേഖനം 7 അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി പറയുന്നു. ഒരിക്കൽ എന്നേക്കുമായി കർത്താവ് നമുക്കായി സാധിപ്പിച്ച ഈ രക്ഷ അതൊരിക്കലും നീങ്ങിപ്പോകുവാൻ കഴിയാത്തതാകിയാൽ, അത് സുസ്ഥിരതയുള്ളതാകിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വിലയേറിയ ഉറപ്പ് നമുക്ക് നൽകിയിരിക്കുകയാണ്. നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം, ദൈവത്തിൽ ആനന്ദിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഇതിനോടകം തന്നെ സാധിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമ്മുടെ ആത്മാശാന്തിക്ക് വേണ്ടി നാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ? നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ക്രിസ്തു നമുക്ക് വേണ്ടി മുതൽ മുടക്കിയ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയിൽ സാധിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ളവരുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് സാധിക്കും. ദേഹിയുടെ വീണ്ടെടുപ്പ് ഇപ്പോൾ
നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തുനിന്ന് കർത്താവ് അനുനിമിഷം നമ്മെ വീണ്ടെടുത്തുകൊണ്ട് ഇരിക്കുന്നു. ഈ പഠന പരമ്പര നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ 5ാമത്തെ എപ്പിസോഡ് ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ള സംശയങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവയ്ക്കായി ഞങ്ങളെ വീണ്ടും കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ 9995715708. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.